എന്ത് വെച്ചാലേ എന്ത് വലിച്ചേ? അതൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോ ആരോടും പറയത്തൊന്നുമില്ല, എന്നോട് പറയാം. എടി അതുകൊണ്ടല്ല, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും വിഷയം ഊതി പറത്തു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം എന്താന്ന് ആരെടുത്തും പറയാം. അങ്ങനൊന്നും ഇല്ല. ആര് പറഞ്ഞു? എന്നാ ശരി, ഇപ്പൊ കാണിച്ചു തരാം. മൂന്നെണ്ണം. ഒരെണ്ണം പോയില്ലേ? നീ 3 എണ്ണം വെച്ച് വിഷ് ചെയ്ത 3 ആഗ്രഹം സാധിക്കോ? ഞാൻ ആദ്യം ഇതാക്കിത്താ എങ്ങനെയാ വിഷയന്റെ? ഇത് ഞാൻ ആക്കി തരേണ്ടതല്ല. ഇത് എടി മന്ദബുദ്ധി, ഫസ്റ്റ് നീ മനസ്സിലാക്കണം. ഈ സാധനമൊക്കെ കണ്ണിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുമ്പോ അപ്പൊ കിട്ടുമ്പോഴാണ് നമ്മൾ വിഷ് ചെയ്ത് സെറ്റ് ആക്കേണ്ടത്. എന്നാലേ ഇത് നടക്കത്തുള്ളൂ. പിന്നെ കണ്ണി കിട്ടാത്ത സാധനമാണ് നീ താഴെ വീഴുമ്പോ കാണാൻ പോണത്. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം. ഇതെന്താ തെങ്ങേന്നല്ല മടല് വിടുന്ന കണക്കാണോ? എന്തായാലും എനിക്ക് വിഷ് ചെയ്യണം. നീ ഇത് വെക്ക്. അത് നീ തന്നെ ചെയ്യണ്ടേ. ഇങ്ങനെ ആലോചിച്ചാ മതിയോ? അപ്പൊ അങ്ങനെയൊന്നും അല്ല. നീ കൊണ്ടുവാ. എടീ മനസ്സിൽ നല്ല എന്തെങ്കിലും ആഗ്രഹം കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൊളയാതെ പണേ. നിന്റെ ആഗ്രഹം നടക്കത്തില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതിന്ന് പറിച്ചെടുത്തിട്ടൊക്കെ വെച്ച് എന്തിനാ ബെഞ്ചമിൻ ഫെർണാണ്ടസിന്റെ കൂടെ കാനഡയ്ക്ക് പോകാനല്ലേ ആഗ്രഹിച്ചത്? അതൊന്നല്ല, എനിക്ക് വേറെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തില്. അത് തന്നെ ആയിരിക്കും. ആഹാ, നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കായിരുന്നാ? എന്നാ മാവാ? ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നിങ്ങളെല്ലാരും ഉണ്ടാവും? ഞാൻ ഉണ്ടാവും. ഞാൻ പിന്നെ അവിടെ പോണ. അപ്പൊ എല്ലാവരും ഉണ്ട്. എല്ലാരും ഉണ്ട്. എന്നാൽ ഇന്ന് അമ്മാവന്റെ വക ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അമ്മാവൻ സ്പെഷ്യൽ ചിക്കൻ കറി. അല്ല ഫിഷ്. അല്ലേ അല്ല, എന്തോ ഫിഷ് ആണോ? വെറും ഫിഷ് അല്ല. എന്ത് ഫിഷ്? സ്പെഷ്യൽ ഫിഷ്. ശരിക്കും? ഓ താങ്ക് യു അമ്മാവ. ലാസ്റ്റ് അവിടുത്തെ വീട്ടിൽ വെച്ചാണ് ഇന്ന് ഫിഷിന്റെ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം കഴിക്കണത്. ഇനി അമ്മാവന്റെ കൈ കൊണ്ട് ഇപ്പോഴാണ് അടുത്ത ഫിഷിന്റെ സാധനം കഴിക്കുന്നത്. എന്നൊരു കാര്യം ചെയ്യാം, വയറിന്റെ കുറച്ച് സ്ഥലം ഞാൻ ബാക്കി ഇട്ടേക്കാം. അതെ, ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. എല്ലാം കൂടെ കൂട്ടി നമുക്ക് ലഞ്ചിന് പിടിക്കാം. സ്പെഷ്യൽ റെഡി ആയ ശേഷം വിളിക്കാം. ഞങ്ങൾക്ക് കുറച്ച് ബാക്കി കൂടുതൽ വെച്ചേക്കണം. കുറച്ച് ചാറും ബാക്കി കാര്യങ്ങളെല്ലാം റെഡി ആക്കി. മീൻ ഏതാന്ന് ചോദിക്കാൻ മറന്നുപോയി. അമ്മാവന്റെ കറി സൂപ്പറാ, മീൻ കറി അല്ലേ? ഒരു കാര്യം പറയട്ടെ? വേണ്ട. നീ പറയാൻ പോണതേ നിന്റെ വിഷയം മറ്റേ അമ്മാവൻ ഇന്നെന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി തരും എന്നതല്ലേ? നീ ഇരിക്കുന്ന ബോംബെ തള്ളക്കാട്ട് മികച്ച തള്ളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്നെ എപ്പോഴും ചൊറയണ? നിന്നെ സ്നേഹത്തോടുകൂടി ചൊറണം. പക്ഷെ അതെ നിന്നെ കണ്ടു പഠിക്കട്ടെ. എനിക്കൊന്ന് ആ മണം കിട്ടി തുടങ്ങിയോണ്ടാന്ന്. ഇതൊന്നുമല്ല, ഞാൻ ശരിക്കും അത് തന്നെ വിചാരിച്ചത്. പക്ഷെ ചാരു, എനിക്ക് തോന്നുന്നതേ ഇതിന്റെ ഒരു ട്രിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ വിഷ് സക്സസ് ആവുന്നത്. ചക്ക വെട്ടി മുയില് പിന്നെ മുയില് വീണ് ചക്ക ചാവുമോ? ഞാനില്ലേ നിന്റെ അടുത്ത് സംസാരിക്കാൻ. എല്ലാത്തിനും ഒരു തർക്കമാണ് നോക്ക്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുള്ളി കെട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, പച്ചതുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനി, ഉപ്പിലിട്ട മാങ്ങയുണ്ട്. രസം. ചെങ്കാണിക്കടിക്കിട്ട തമ്പുരാൻ അതങ്ങനെയാണ്. നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുമ്പോഴേ പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പൊ എന്ന് ഇഷ്ടപ്പെടാത്ത ഫുഡാണോ ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ല, സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാവും. അതല്ലേ? എന്താ എന്നും അങ്ങ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയ പോരെ? അയ്യടാ മനമേ, എന്നും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയല്ലേ മാഡം ഈ പ്രസ്ഥാനം കെട്ടിപ്പൂട്ടി എടുത്തോണ്ട് പോകേണ്ടി വരും. ഇതൊക്കെ എത്ര ചെലവുള്ള കാര്യമാണ്. അതുപോലെ ഇത് കണ്ട മസാല മണം കണ്ട അത്ര മണോ? പിന്നല്ല. അതെ, ഇത് എന്റെ സ്പെഷ്യൽ മസാലയാണ്. ഞാൻ ആദ്യം ഈ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കില്ല. നല്ല എരിവുണ്ട് കേട്ടോ, മൂക്കിന് എരിച്ച് കയറി. കറക്റ്റ്. എനിക്ക് കൊതിയാവുന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കി താ. ഇത് ഉണ്ടാക്കാം.
എന്താ പറ്റി? ഇല്ല ഇത്തിരി വെള്ളം കുടിച്ചാൽ മതി. ചേട്ടൻ വെള്ളം കുടിക്കേ. ഗ്ലാസ് എന്താ വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ വെള്ളം കുടിക്കേ. അതെ അതെ നിനക്ക് വേറെ ജോലിയൊന്നുമില്ല ഇപ്പം? മേഡം ഇല്ലാതെ എനിക്കെന്ത് പണിയാ? അത് പറമ്പില്ല, അത് ശരിയാണല്ലോ. ചേട്ടൻ അറിയത്തില്ല, മേഡം ഉണ്ടെല്ലാം ഉള്ളു പണി. എന്നാ നീ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ പറമ്പിൽ പോയി കുറച്ച് കരിയേപ്പില ചേർത്തിട്ടോ. എന്തോന്ന് ചേട്ടാ ഇത്? ഇത് പോണില്ലല്ലേ? കുഴപ്പമില്ല, നീ പൊയ്ക്കോ. മാറിക്കോളും. ഞാൻ പോയിട്ട് തന്നെ വരാവേ. എന്തോന്ന് കഷ്ടം. ഇതെന്തിങ്ങനെ? അമ്മവാ പെട്ടെന്ന് ആയിക്കോട്ടെ. എവിടെ രണ്ടെണ്ണങ്ങൾ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുവാ. ഒരു 12:30 മണി അത്രയും അതിനുള്ളിൽ ഇപ്പൊ റെഡിയാക്കാം. നമുക്ക് കൃത്യം 1 മണിക്ക് നമുക്ക് ഊണ് കഴിക്കാം. ഹൈ, അതെന്താ മാവൻ ഇക്കിള് വന്നാ? അതെന്താന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് ഇത്തിരി ഇക്കിള് കയറി. ആണോ? വെള്ളം കുടിക്ക്. വെള്ളം കുടിച്ച് ഞാൻ സാരില്ല, കുറച്ചുകൂടി കുടിക്ക്. കുടി 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 നന്നായി കുടി, പെട്ടെന്ന് കുടി. മാറിക്കോളും. എന്താ? അയ്യോ, ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച് ചോദിക്കാം. എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതിപ്പോ ഇങ്ങനെ വരും അങ്ങ് പോവും. കുറച്ചുകൂടി വെള്ളം കുടിച്ചാലോ? വെള്ളം ആവശ്യം കുടിച്ചു മക്കളെ. എന്നൊരു കാര്യം ചെയ്യ്, അമ്മ കുറച്ച് കൂളായിക്കേ. കൂളാവ്, ഇത് വിട്, അത് മനസ്സിൽ നിന്ന് കളാ. കൂളാവ്. ചേടാ, വേറെ എന്തെങ്കിലും ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇതെന്താ സംഭവം? എന്താ ചെയ്തോണ്ടിരിക്കണേ? ഇത് സ്പെഷ്യൽ മീൻകറി. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. കൂളാവും, കൂളാവും. ആലോചന മാറ്റും. കൂളാവും. നമ്മളത് മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. ഇത് പണി വേണമല്ലോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചേ. വെയിറ്റ്, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ഞാൻ വിളിച്ചു വെച്ചോട്ടെ. ഇതെന്തോ ഇതുവരെ മാറിയില്ലേ? അത് മാറിയില്ല. അയ്യോ, അപ്പൊ ഇത് കുറെ നേരം തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ കറിവേപ്പില എടുക്കാൻ പോയപ്പോ തുടങ്ങി സൈക്കിള്. പോട്ടെ മാവ, ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ ഫ്രണ്ടിനെ വിളിച്ചു വെച്ച് നോക്കാം. അവള് നേഴ്സാ, സമാധാനം ഉണ്ടാവും. ഫോൺ അവിടെ ഇരിക്കും, വിളിച്ചിട്ട് വരാം. ഒരു നോയിക്കോണേ. ഇതൊരു വല്ലാത്ത കഷ്ടമല്ലോ. ഇത് എന്തോന്ന് ചോദിട്ടെ ഇങ്ങനെ വരുമോ? അല്ല, ആണ്ടെ ഇത്രയും നാളോട്ട് സ്പെഷ്യൽ ഫുഡ് ഒന്നും ഉണ്ടാക്കാണ്ടൊന്ന്. അതല്ലേ ഞാൻ പറഞ്ഞ, അമ്മവന് ഒരു മൂഡ് വരണം. പിന്നെ അത് മാത്രല്ല, ഇവിടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാൽ മാഡം ഓടിക്കൂലേ. അങ്ങനെ എന്നൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റൂല. അതൊരു പോയിന്റ്. അവരാണെങ്കിൽ കറക്റ്റ് പൈസ കൊടുക്കൂല സാധനം ഉണ്ടാക്കാണ്ടി. പിന്നെ അവര് വല്ല നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു തരുമോ? അതും ഇല്ല. പിന്നെ മാഡം ഇല്ല എന്നിട്ട് എന്താ കാര്യം? അമ്മാവന്റെ കൈപുണ്യം കൂടെ ചേരണ്ടേ? അമ്മാവന് മൂട് പറഞ്ഞ പോലെ കൈപ്പുണ്യം ചേരാൻ. അതാണ് സംഭവം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്ന് അമ്മാവൻ നല്ല സ്പെഷ്യൽ മൂഡാണ്. നല്ല കിടിലൻ സീ ഫുഡ് സ്പെഷ്യൽ സാധനം അമ്മാവനവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരൈറ്റേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ ഉണ്ടാക്കി തരും. കിട്ടും. എന്തായാലും രാവിലെ മുതൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്ത് ലഞ്ചിന് വേണ്ടി ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നിന്റെ സ്പെഷ്യൽ ഇറക്കലൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അമ്മാവൻ ഇക്കിള്. എന്റെ ഫോണും എടുത്ത്. ഞാൻ ഫോൺ എടുക്കാൻ വന്നു, ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ഫോൺ എടുക്കണം എന്ന്, എനിക്ക് വിളിക്കണം ഫോൺ. അമ്മാവൻ എന്നാ പറ്റിയെന്ന്? അമ്മാവൻ ഇക്കിളെന്ന്. ഓ, അതൊക്കെ സാധാരണ അല്ലേ? സാധാരണ മനുഷ്യന്മാർക്ക് വന്നാന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ അത് മാറണില്ല. എടി, വെള്ളം എടുത്തു കൊടുക്ക്, വെള്ളം കുടിച്ചാൽ മാറിക്കോളും. എന്നാ ഞാനും വിചാരിച്ച, ഒരു ലോഡ് വെള്ളം കുടിച്ചിട്ടുണ്ട്, ഇനി കുടിച്ചാൽ അമ്മാവന്റെ വയറ് പൊട്ടിത്തെറിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നേഹ, അവളൊന്ന് വിളിച്ച് ഞാൻ ചോദിച്ചോട്ടെ. ലഞ്ചാണ് ഇപ്പൊ നിന്റെ വലിയ കാര്യം. അമ്മാവന്റെ ഇത് മാറ്റണ്ടേ? ഒരു മിനിറ്റ്. ഇപ്പൊ അപ്പൊ സ്പെഷ്യൽ ഫുഡോ? 3G. നിന്റെ കൊതിപ്പിക്കല് കണ്ടപ്പോഴേ തോന്നി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ണുകയാന്ന് എനിക്ക് തോന്നണേ. ഇനി നീ ഞങ്ങളുടെ നെഞ്ചത്ത് തെറിക്കോ? മക്കളെ വയറ് മൊത്തം കാലിയാക്കി. ഇനി വേണം അമ്മാവന്റെ ആ മീൻകറി നന്നായിട്ട് കാലിയാക്കിയാ. നന്നായിട്ട് കാലിയാക്കിയാ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ. അതെന്ത്? നല്ല ബുദ്ധിമുട്ടുണ്ടോ? നല്ല സുഖമുണ്ട്. സത്യം പറ,
നിങ്ങൾ എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് കട്ട് ചെയ്യുന്നായിരുന്നോ മനുഷ്യ? നോക്കി പേടിപ്പിക്കാൻ പറഞ്ഞല്ലോ, പണ്ട് പഴമക്കാര് പറയുമായിരുന്നു കട്ട് തിന്നിട്ടാ ഇക്കിളി വരുന്നത്. എടി ഞാൻ അടുക്കളയിൽ നിന്ന് എന്തോന്നടി മോട്ടിച്ച് തിന്നാൻ. അമ്മാവ, ഇക്കിളി നിൽക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോ ടെക്നിക്കാണോ? സെറ്റാക്കാം, ഇപ്പരാ. ശരിയാവോ? കട്ട് തിന്ന സമാധാനപ്പെട്. ഇല്ല, കുഴപ്പമില്ല, അവൾ എപ്പം കൊണ്ടുവരും. ഇതൊന്നും പഞ്ചസാരയാ? എന്ന് വെച്ചാൽ മാറുമോ? കണ്ണടച്ചിട്ട് നിങ്ങൾ കഴിച്ചോ, പയ്യങ്ങ് ഇറക്ക്. ഇതങ്ങ് നിൽക്കുന്ന കേട്ടത്. ഇറക്ക്. മാറി. എടാ ഇതുവരെ മാറിയില്ലേ? ഇനി എന്തോ മരുന്നോ കൊടുക്കുന്നു പറഞ്ഞിട്ട് പാളിപ്പോയടേ. അയ്യോ. പാളിപ്പോയാ? എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്തെങ്കിലും ഐഡിയ ഉപയോഗിക്കും മക്കളെ, ഇവിടെ മനുഷ്യൻ ചാവാറായി. നിങ്ങൾ ആദ്യം രോഗിക്ക് കുറച്ച് സ്പേസ് കൊടുക്കും. മാറ്, അങ്ങോട്ട് അകന്നിരിക്കുക, കൂടിയിരിക്കാതെ. എനിക്ക് അമ്മാവാ ശ്രദ്ധിച്ചോണം. ഞാൻ ചെയ്യണത് കറക്റ്റ് അതുപോലെ ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. എന്നാ ഐക്കിൾ നിൽക്കോ? ആയിക്കള് നിൽക്കും. ഇത് എത്ര കണ്ടേക്കണം ഞാൻ. അത് വേണ്ട, ഞാൻ പറയും. ശ്രദ്ധിച്ചോണം. ശ്വാസം അതുപോലെ ഹോൾഡ് ചെയ്തു. എടി പെണ്ണ് അമ്മാവനെ കൊല്ലാനല്ല പറഞ്ഞത്. അമ്മ ചെയ്യാമാവാ, കാലൊക്കെ റിലാക്സ് ചെയ്ത് വെക്ക്. ഹോൾഡ് ഓൺ. പതിയെ ഇറക്ക്. പോയില്ലേ? മാറി. പോയില്ലേ? പോയി. ഇത് വർക്കാവുന്നായിരുന്നല്ലോ. അതന്നെ ഞാനും വിചാരിച്ചത്. എന്റെ പൊന്ന് ഗൂഗിളമ്മായി, എടി നിനക്ക് ഇക്കിളിന്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? ഇക്കിളിൽ തന്നെ ആയിരിക്കും. ഇക്കിള് മാറാനുള്ള ഹോം റെമഡീസ് അടിക്കാം അല്ലേ? ഹോം റെമഡി. ഇത് നടപടിയാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇതിനകത്ത് പറയുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഒന്നും കിട്ടുമൊന്നുമില്ല. അമ്മാവൻ്റെ ഇക്കിള് മാറിയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എപ്പോ അമ്മാവൻ ഉണ്ടാക്കി തരാനാ നമുക്ക്? വെറുതെ കൊതിച്ച് അല്ലേ? എടി ഇക്കളൊക്കെ സാധാരണ എല്ലാവർക്കും പറഞ്ഞല്ലേ. ഞാനും ആദ്യമായിട്ടേക്കണേ ഇക്കിളൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന്. എടി നിനക്ക് വല്ലതും കിട്ടിയോ സെർച്ച് ചെയ്തിട്ട്? എടേ ഗൂഗിൾ കുറെ പരിപാടി കാണണേ. ആദ്യേ കുറച്ച് വായിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഒന്ന്, പിന്നെ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് മുഖത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ചതച്ച് വായിൽ വെക്കുക. അങ്ങനെ കുറെ ഉണ്ട്, നോക്കിയാലോ? ഇതൊക്കെ വെച്ചാ മാറുമോ? എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. ഇത് മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് മിസ് ആവും. അമ്മാവാ, ഞാനൊരു കാര്യം പറ, ശരിക്കും ആലോചിച്ച് ഉത്തരം പറയണം. അമ്മാവന് ഇക്കിളെ മുന്നേ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാ? ഇപ്പോഴത്തെ കാര്യമല്ല, ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും? എന്റെ പൊന്നു മക്കളെ, ഇക്കിള് വന്നിട്ട് പോവാതിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഡി അവള് പറയുന്നത് ഡോക്ടറെ കൊണ്ട് കാണിക്കണം, അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയണം. അയ്യോ, ഞാൻ ചത്തുവോ? എന്താ നമുക്ക് ആശുപത്രി പോയാലോ? അതിന്റെ ആവശ്യമില്ല അമ്മാവാ. എടാ നീ പറയണ. അമ്മാവാ, ഞാൻ ഗൂഗിളിൽ നോക്കി കുറെ ഐഡിയാസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് പന്താരെങ്കിലും പറഞ്ഞതാ, ഇതൊന്ന് ഓഫാക്കി തന്നിട്ട്. ചാരു, കുറച്ച് വെള്ളം അങ്ങോട്ട് എടുക്ക്. എടി അതല്ലേ ഫ്രണ്ടിലിരിക്കണത്. നീ ഇപ്പൊ സെറ്റ് ആയി തരാം. നല്ലോണം അങ്ങോട്ട് ഇറക്ക്. തുപ്പരുത്, ഹോൾഡ് ചെയ്യ്. കുറച്ച് ടൈം എടുത്ത് കുടിക്കണം. ഒന്നുകൂടെ കുടിച്ചു നോക്ക്. അടുത്ത ട്രിക്ക് എടുക്കടി.
സെറ്റല്ലേ? എടാ ഇത്രക്കൊക്കെ വേണൂടാ? അതെന്താ, ഈ പ്ലാനൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. 4 ഇത്ര ഒന്നും വേണ്ടടാ. ഒരെന്നാലും ഇല്ല, ഈ സംഗതി നമ്മളങ്ങോട്ട് വർക്കൗട്ട് ആക്കുന്നു. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എന്താ ആലോചിക്കാന്? ഇതൊക്കെ ഈ തൽക്കാലം ഇത് പിന്നെ ഇപ്പൊ ചാരുവിനോടൊന്നും പോയി പറയണ്ട. കാരണം നമുക്കിത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അവർക്കൊരു സർപ്രൈസ് പോലെ അങ്ങ് പറയാം. എന്തായാലും ഞാനായിട്ട് പറയുന്നില്ല. ഇനി ഒന്നും പറയണ്ട, ഒന്നും മിണ്ട, വെറുതെ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. കൂടെ നിൽക്കുന്ന കാര്യം ഞായിട്ട്, പക്ഷേ എന്നാലൊരു എന്നാലും നമുക്കിത് വർക്കൗട്ട് ആക്കാനുള്ളത് വഴി ഉണ്ടാക്കാം. ഒരു മിനിറ്റ്. അമ്മാവാ, പേടിപ്പിച്ചാലേ ഇക്കിള് പോവെന്ന് പറഞ്ഞായിരുന്നു. പോയോ ഇക്കിള്? പോയാ? എക്കിള് വന്നിട്ടുണ്ടെങ്കിലേ ഗൂഗിളിൽ നോക്കി, അപ്പ പേടിപ്പിച്ചാ മാറുന്നുണ്ട്. എന്നിട്ട് ഒന്ന് പേടിപ്പിച്ച് നോക്കിയതാ. ചരു, ഞാനേ പാൻ വെച്ച് ഇങ്ങനെ ആക്കുമ്പോ അമ്മാവൻ പേടിക്കുമല്ലോ. അപ്പൊ ഞാൻ കറക്റ്റായിട്ടാ ചെയ്തത്. അമ്മാവന് ടൈമിങ് തെറ്റിയതാണ് കാരണം. ഓർക്കോടി ടൈമിംഗ് തെറ്റിയത് അമ്മാവന് അമ്മാവൻ എനിക്കാന്ന് തോന്നുന്നു. എന്റെ അമ്മാവാ. എടി പൊക്കടി. അയ്യോ. ഒരു ഇക്കിള് കാരണം എന്റെ അമ്മാവന്റെ ജീവൻ ഇപ്പൊ പോയനായിരുന്നു. വല്ലതും പറ്റി അമ്മാവ? ഞാൻ അമ്മാവന്റെ ഇക്കിള് മാറിയിട്ട് സ്പെഷ്യൽ ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ച് ചെയ്തതല്ലേ. ഞാൻ മാത്രല്ല, ദൈവളൂടെ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അയ്യടാ, ഞാൻ പേടിപ്പിക്കാനല്ലേ പറഞ്ഞ, തലക്കടിക്കാൻ പറഞ്ഞ. എന്തായാലും ഇപ്പൊ ഇക്കിള് മാറിയില്ലോ അല്ലേ? ഇപ്പം ഇക്കളും തലയിൽ വേദനയും കൂടിയായി.